പുനർജനി ആയുർവേദ കോളേജിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മളിപ്പോൾ കർക്കിടക മാസത്തിലൂടെ കടന്നു പോവുകയാണ്. കർക്കിടക മാസത്തിൽ ഒരുപാട് രീതിയിലുള്ള സവിശേഷതകളുള്ള ഒരു മാസമാണ്. ഏറ്റവും കൂടുതൽ ആയുർവേദ ചികിത്സകൾ ചെയ്യുന്നത് കർക്കിടക മാസത്തിലാണ്. ഔഷധ കഞ്ഞി കുടിക്കുന്നത് കർക്കിടക മാസത്തിലാണ്. എന്തുകൊണ്ടാണ് ഈ കർക്കിടക മാസത്തിന് ഇത്രയധികം പ്രാധാന്യം? കർക്കിടക മാസത്തിൽ നമ്മുടെ ബോഡിയുടെ ബലം ഏറ്റവും കുറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ കർക്കിടക മാസത്തിൽ നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി പവറിനെ നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ട് പോകാനും ആരോഗ്യത്തെ സംരക്ഷിക്കാനും വേണ്ടിയിട്ടാണ് കർക്കിടക മാസത്തിൽ പല രീതിയിലുള്ള ചികിത്സാ രീതികൾ നമ്മൾ പിന്തുടർന്നുകൊണ്ട് പോകുന്നത്. പ്രധാനമായിട്ടും കർക്കിടക മാസത്തിൽ നമുക്കറിയാം ദശപുഷ്പങ്ങൾ ഉപയോഗിച്ചിട്ട് ഔഷധ കഞ്ഞി വെച്ച് കുടിക്കാറുണ്ട്. അതേപോലെ പല ഔഷധ ചെടികളുടെ ചാറ് ഉപയോഗിച്ച് നമ്മൾ നെറ്റിയിൽ കുറി വരയ്ക്കാറുണ്ട്. ഇലകൾ 10 ഉപയോഗിച്ചിട്ട് നമ്മൾ തോരൻ വെച്ച് കഴിക്കാറുണ്ട്. കർക്കിടക വാവ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. പിതൃതർപ്പണത്തിന് വേണ്ടിയിട്ട്, പിതൃക്കളുടെ മോക്ഷത്തിന് വേണ്ടിയിട്ട് കർക്കിടക വാവിൻ്റെ ഒന്ന് എല്ലാവരും പോയി ബലിയിടാറുണ്ട്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഔഷധക്കഞ്ഞി എന്ന് പറയുന്നത്. പണ്ടുള്ള ആൾക്കാർ കർക്കിടക മാസത്തെ പഞ്ഞമാസം എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. എന്തുകൊണ്ടെന്നാൽ വളരെയധികം ദാരിദ്ര്യം അനുഭവിക്കപ്പെട്ട ഒരു ജീവിത രീതിയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള ഔഷധങ്ങൾ ഇട്ടുകൊണ്ട് കഞ്ഞി വെച്ചിട്ട് പണ്ടത്തെ മുത്തശ്ശിമാർ വിളമ്പിയിരുന്നു. ഇതിനെയാണ് പിന്നീട് ഔഷധ കഞ്ഞിയായിട്ട് പല രീതിയിലുള്ള മെഡിസിനുകൾ ഉപയോഗിച്ചിട്ട് കഞ്ഞി വെച്ച് കുടിക്കാം. ഇപ്പോൾ അത് റെഡിമെയ്ഡായിട്ട് മാറിയിട്ടുണ്ട്. ഇനി അത് ഒറിജിനലായിട്ട് തന്നെ ദശപുഷ്പങ്ങളൊക്കെ ഇട്ട് വളരെ വിധിയാവണ്ണത്തിൽ തന്നെ കഞ്ഞി വെച്ചിട്ട് കുടിക്കുന്ന ആളുകളുമുണ്ട്. അപ്പം കർക്കിടക മാസത്തിൻ്റെ ഒരുപാട് പ്രത്യേകതകൾ വേറെയും ഉണ്ട്. നമുക്ക് ചെറിയ രീതിയിലുള്ള ഒരു വിവരണത്തിലൂടെ ഔഷധ കഞ്ഞിയിലേക്ക് കിടക്കാം. ഇന്നത്തെ ക്ലാസ് എന്താ? ഔഷധക്കഞ്ഞി കുടിച്ചിട്ടുള്ള എത്ര പേരുണ്ട്? കുടിച്ചിട്ടുണ്ട്. വേറെ എത്ര ദിവസം കുടിച്ചിട്ടുണ്ട്? 2 ദിവസം. വേറെ ആരും കുടിച്ചിട്ടില്ല. കേട്ടിട്ടുണ്ടോ ഔഷധക്കഞ്ഞി? കേട്ടിട്ടുണ്ട്. എന്തിനാ ഈ ഔഷധക്കഞ്ഞി കുടിക്കുന്നത്? കുടിച്ചിട്ടുള്ളവര് പറ. എന്തിനാ നിങ്ങൾ കുടിച്ചത്? ടേസ്റ്റ് അറിയാനാണോ? അമ്മ ഉണ്ടാക്കി ഞാൻ കുടിക്കും. എന്താ ഈ ഔഷധക്കഞ്ഞിയുടെ പ്രത്യേകത എന്താണ്? അറിയുന്നത് പറ. ശരീരത്തിലെ ബുദ്ധിമുട്ടുകളും ചതവുകളും വേദനകളും ഒക്കെ മാറാൻ ഏത് മാസത്തിലാണ് നമ്മൾ ഔഷധക്കഞ്ഞി കുടിക്കുന്നത്? കർക്കിടക മാസത്തിൽ അല്ലെ? എന്താണ് കർക്കിടക മാസത്തിന്റെ പ്രത്യേകത? എന്താ? വേദനകൾ ഇളകുന്നു. എന്തുകൊണ്ടാ വേദനകൾ ഇളകുന്നത്? അതിനൊരു കാരണം ഉണ്ടാവും. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സ് എങ്ങനെയാണ് ഒരാൾക്ക് എങ്ങനെ അസുഖം വരാന്നോ നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ? അതിന്റെ ഒരു അതെ, വാതപിത്തങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് രോഗം വരുന്നത്. അത് എന്തുകൊണ്ടാണ് നമ്മുടെ കർക്കിടക മാസത്തിൽ ഏറ്റവും കൂടുതൽ കർക്കിടക ചികിത്സ ചെയ്യാനും ഔഷധക്കഞ്ഞി കുടിക്കാനും ഒക്കെ ഈ കർക്കിടക മാസം തിരഞ്ഞെടുക്കുന്നതിന്റെ പ്രത്യേകത എന്താണ്? കർക്കിടക മാസത്തിൽ നമ്മുടെ ബോഡിയുടെ ബലം ഏറ്റവും കുറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അതുവരെയുള്ള മാസങ്ങളെ പോലെയല്ല. ഏറ്റവും മഴ കൂടുതലാണ് കർക്കിടക മാസത്തിൽ അല്ലേ? അപ്പൊ നമ്മുടെ ബോഡിയും ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? ഭയങ്കര ബലത്തിൽ, അതുവരെയുള്ള ബലത്തെക്കാളും താന്ന് ബലാവസ്ഥ നിൽക്കുന്ന ഒരവസ്ഥയാണ് കർക്കിടക മാസത്തിൽ ഉണ്ടാവുക. അതിനെ ഒന്ന് പുഷ്ടിപ്പെടുത്താനും നമ്മുടെ ഇമ്മ്യൂണിറ്റി ഏറ്റവും കൂടുതൽ കുറവുള്ളത് കർക്കിടക മാസത്തിലാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ? പകർച്ചവ്യാധികൾ ഏറ്റവും കൂടുതൽ വരുന്നത് കർക്കിടക മാസത്തിലാണ്. അപ്പൊ മഴ പെയ്യുന്ന സാഹചര്യത്തിലും ഒക്കെ എന്ത് ചെയ്യും? പകർച്ചവ്യാധികൾ വളരെയധികം വ്യാപിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെയുള്ള സമയത്ത് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ എന്ത് ചെയ്യും? ഉയരോ താഴുവോ? താഴ്ന്നു പോകും. അപ്പൊ ഇമ്മ്യൂണിറ്റി പവറിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനും ശരീരത്തെ വളരെ ആരോഗ്യത്തോടെ നിലനിർത്താനും വേണ്ടിയിട്ടാണ് ഔഷധക്കഞ്ഞി വെച്ച് കുടിക്കുന്നത്. ഔഷധക്കഞ്ഞി കുടിക്കേണ്ടത് 7 ദിവസം കുടിക്കണം. അപ്പൊ നമ്മുടെ പാക്കറ്റിലൊക്കെ നമുക്ക് നോക്കിയാൽ അറിയാം. ഇതിൽ നമുക്ക് അറിയില്ലെങ്കിൽ അതിന്റെ മെഡിസിനുകളുടെ പേരുണ്ട്. നമ്മുടെ വീട്ടിലെ അമ്മമാരൊക്കെ ഉണ്ടാക്കുന്നത് ഉലുവ, പയറ്, അങ്ങനത്തെ സാധനങ്ങൾ. പിന്നെ നമുക്ക് കിട്ടുന്ന പച്ചമരുന്നുകൾ അതിൽ അമ്മമാർ ഇടാറുണ്ട്. പണ്ടൊക്കെ അങ്ങനെയാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇപ്പം എന്താണ്? ആർക്കും സമയമില്ല. അതുകൊണ്ട് റെഡിമെയ്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് മിക്കവരും കഞ്ഞി വെച്ച് കുടിക്കുക. പാക്കറ്റ് തന്നെ റെഡിയാണ്. ഇപ്പം ഈ പാക്കറ്റ് തന്നെ എന്തുണ്ട്? കറക്റ്റായിട്ടും 7 ദിവസത്തേക്കുള്ളതാണ് നമ്മുടെ ഒരു കിറ്റിൽ വരിക. അപ്പോൾ ഒരാൾക്കുള്ള കഞ്ഞിയാണ് കിറ്റിൽ വരെ 7 ദിവസം. അപ്പോൾ നമ്മൾ ഒരാൾ എന്ത് ചെയ്യുക? ഒരു പാക്കറ്റ് എന്ന രീതിയിൽ 7 ദിവസമായിട്ട്
കുടിക്കുക. 14 ദിവസം കഴിച്ചാൽ അത്രയും നല്ലതാണ്. ഒരു നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പാക്കിയിട്ടോ ഇല്ലെങ്കിൽ ഡിന്നർ സ്കിപ്പാക്കിയിട്ടോ നമുക്ക് എന്ത് ചെയ്യാം, ഒരു നേരം കഴിക്കാം. അധികം ഒന്നും ഇത് കഴിക്കാൻ പറ്റില്ല. ഔഷധങ്ങൾ കൂടുന്നത് കൊണ്ട് തന്നെ ഒരു പരിധി കൂടുതൽ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. ഔഷധമാണ് അല്ലേ, കഞ്ഞി ഔഷധം പോലെ കുടിക്കാന്നാ പറഞ്ഞത്. വയറിനറിയെ കുടിക്കാനാണോ? അല്ല, ഔഷധമായിട്ട് സേവിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു നമ്മൾ വാങ്ങിക്കുന്ന ഓരോ റെഡിമെയ്ഡ് കർക്കിടക കഞ്ഞിക്കൂട്ടാണ്. ഇതിനകത്ത് ഞവരരിയുണ്ട്, അതേപോലെ ഉണക്കലരിയുണ്ട്, സൂചി ഗോതമ്പുണ്ട്, പിന്നെ ആശാളി എന്ന് പറയുന്ന ഒരു മെഡിസിൻ, പിന്നെ ഇന്ദുപ്പ് ഉപയോഗിക്കാം, അതേപോലെ തേങ്ങാപ്പാല്, പിന്നെ എന്താണ് ഉലുവ, ശർക്കര ഓപ്ഷണലാണ്. പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് ശർക്കര, ഉപ്പ് മാറ്റിയിട്ട് ശർക്കരയും ഉപയോഗിച്ചിട്ട് കഴിക്കാം. അപ്പൊ നമുക്ക് കഞ്ഞി റെഡിയാക്കാൻ പോവാം. ഓക്കെ. എല്ലാവരും ആരോഗ്യത്തോടു കൂടി തന്നെ ഇരിക്കുക. വീണ്ടും ഒരു വീഡിയോയായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.